അന്നമധ്യേ വിഷം. അന്നമധ്യേ വിഷം എന്നാണ് പ്രമാണം എന്നുള്ളപ്പോൾ അന്നക്ഷേത്രത്തിൽ ഭക്ഷണം വിളമ്പുമ്പോൾ വെള്ളം വെക്കുന്നത് ശരിയോ? കുടിക്കണ്ടാത്തൊരു കുടിക്കണ്ട. ഒരാൾക്ക് പെട്ടെന്ന് കുടിക്കണം തോന്നി അവിടെ വെള്ളം ഇല്ല എന്ന് പറഞ്ഞാൽ പോടാൻ പറ്റുമോ? നമ്മളെല്ലാവരും വീട്ടിൽ നിന്ന് ശീലിച്ച് ഇവിടെ വരുന്നവരാണ്. നിങ്ങൾ വീട്ടിൽ നിന്ന് ഒരു ഉരുള കഴിച്ചിട്ട് ഒരു വെള്ളം കുടിക്കുന്ന ആളടക്കമുണ്ട്. ഒരു ഉരുള കഴിച്ചിട്ട് വെള്ളം കുടിക്കുന്ന ആളുണ്ട്. അങ്ങനെ ആൾ ഇവിടെ വന്നു, അന്നമധ്യേ വിഷം ജലം എന്ന് പറഞ്ഞിട്ട് വെള്ളം കൊടുക്കാതിരുന്ന എന്താ ഉണ്ടാവുക? ചത്തുപോവും. പിന്നെ അതുകൊണ്ട് പണിയാവും ഇവിടെ. ഇത് അവനവൻ മനസ്സിലാക്കി ശീലിക്കേണ്ടതാണ്. അല്ലാതെ ജീവിതക്രമം 7 ദിവസം കൊണ്ട് മാറ്റാൻ ശ്രമിക്കരുത്. അത് ശ്രദ്ധിക്കുക. ഈ അന്നമധ്യേ വിഷം എന്നുള്ളത് എല്ലാവർക്കും ഒരു നിയമമാണോ? അതുമല്ല. ചിലരുടെ ശാരീരികങ്ങളായ കാരണങ്ങളെ കൊണ്ട്, ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ വളരെ സങ്കീർണമായ പ്രക്രിയയാണല്ലോ ഈ ഭക്ഷണം ഇറക്കണ പ്രക്രിയ. വളരെ സങ്കീർണമാണ്. ലക്ഷക്കണക്കിന് കോശ സമൂഹങ്ങളുടെ സംയുക്തമായ പ്രവർത്തന ഫലമായിട്ടാണ് ആഹാരം ഇറങ്ങുന്നത്. അപ്പൊ ഇതിൽ കുഴപ്പങ്ങൾ വന്നു ഒരാൾക്ക്, അയാളുടെ അന്നമധ്യേ വിഷം ജലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവുമോ? അയാൾക്ക് കുറച്ച് വായിലിട്ടിട്ട് കുറച്ച് വെള്ളം കുടിക്കേണ്ടി വരും, എന്നാലേ ഇറങ്ങുള്ളൂ. അപ്പൊ ഇതൊക്കെ ആപേക്ഷികമാണെന്ന് മനസ്സിലാക്കുക.